കുട്ടികളുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രതിരോധശേഷി കൂട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും വീട്ടിൽ തന്നെ? ഇപ്പൊ നമുക്ക് സ്കൂൾ തുറക്കുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ കുട്ടികളിൽ പലപ്പോഴും അസുഖങ്ങൾ വന്ന് സാധാരണ പേരൻസ് പറയുന്നതാണ് 2 മാസം വീട്ടിലിരിക്കുമ്പോൾ കുട്ടികൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, സ്കൂൾ അങ്ങ് തുറന്ന അസുഖങ്ങളായി എന്നുള്ളത്. അപ്പൊ പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വൈറ്റമിൻ എ ഉള്ള നമ്മുടെ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ, അതുപോലെ വൈറ്റമിൻ സി ഉള്ള സിട്രസ് ഫ്രൂട്ട്സുകൾ, അതുപോലെ തന്നെ ചീര, മുരിങ്ങ, ഇതുപോലെയുള്ള ഇലക്കറികൾ ധാരാളം കൂട്ടുക. അതുപോലെ സിട്രസ് ആയിട്ടുള്ള പഴങ്ങൾ, ഇപ്പോൾ ആപ്പിള്, മുന്തിരി, ഓറഞ്ച്, അതുപോലെ തന്നെ പഴങ്ങൾ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുക. പിന്നെ നമ്മുടെ ഏറ്റവും നല്ലൊരു ആഹാരമാണ് മുട്ട എന്നുള്ളത്. അതിൽ കാടമുട്ടയാണെങ്കിലും കോഴിമുട്ടയാണെങ്കിലും ഒക്കെ കുട്ടികൾക്ക് ഡെയിലി 1-2 കാടമുട്ട വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കോഴിമുട്ട കൊടുക്കാം. പിന്നെ അവർ ധാരാളം വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതാണ്. വെള്ളം കുടി പല കുട്ടികൾക്കും കുറവുള്ള ഒരു സാഹചര്യമാണ്. അപ്പം അതൊക്കെ നമുക്ക് പ്രതിരോധശേഷി ഇമ്പ്രൂവ് ചെയ്യാനും നല്ല ഭക്ഷണങ്ങളും ശീലങ്ങളും കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളത് ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നീട് അതുപോലെ തന്നെയാണ് പാല്, മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കൊടുക്കാം. നന്നായിട്ട് ഇപ്പോൾ അവർ വളരുന്നൊരു പ്രായമാണ്. അതുകൊണ്ട് തന്നെ കാൽഷ്യം സപ്ലിമെന്റ് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടി അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. ഇത്തരം ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസും അവരുടെ ഇമ്മ്യൂണിറ്റിക്ക് കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ നമുക്ക് സാധിക്കും.